ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും ഇത്രയും നേരം നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് മാത്രമാണ് ലോകത്ത് എല്ലാത്തിനേക്കാട്ടിലും പറയുന്നത് കേട്ടതൊന്നും ഞാൻ പൈസ വാങ്ങേണ്ടതാണോ നൃത്തം അവതരിപ്പിച്ചതെന്നല്ല. പൈസ വാങ്ങേണ്ടയും പല സ്റ്റേജിലും നൃത്തം അവതരിപ്പിക്കാറുണ്ട്, നൃത്തം ആസ്വദിക്കുന്നവർ എൻ്റെ മുമ്പിലുണ്ട് എന്നറിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാട്ടിലൊക്കെ വലുതാണ് എനിക്ക് നൃത്തം. ഇപ്പോൾ ക്ലാസിക്കലിൻ്റെ കൂടുതൽ ആസ്പെക്ട്സ് ഒന്നും അറിയാത്തവരാണ് അധികവും ഇന്നിവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്ത് മനസ്സിന് സന്തോഷവും കുളിർമയും ശാന്തതയും ഒക്കെ തരുന്നുണ്ട്. എൻ്റെ ന്യൂ ഇയർ 2026 ആദ്യത്തെ പെർഫോമൻസ് ഇവിടെ ഈ തൃത്താലയിൽ ഒരു മനസ്സ് നിറഞ്ഞ്, അതായത് പെർഫോം ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ക്ഷീണം. ഓരോ സ്റ്റേജ് എങ്ങനെയാണ് പറഞ്ഞാൽ, ചില സ്റ്റേജിൽ ആ സ്റ്റേജ് നമ്മളെ ഡ്രെയിൻഡാക്കി കളയും, നമ്മളിങ്ങനെ എനർജി ഇല്ലാണ്ടാക്കി കളയും. ചില സ്റ്റേജ് ദ ഗിവ് എനർജി. അപ്പോൾ ഈ എനർജി തരുന്നതും എടുക്കുന്നതുമെല്ലാം ഒരു യൂണിവേഴ്സൽ ഒരു ശക്തിയാണ്. സോ ഈ സ്റ്റേജ് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്, ഇനി ഒരു 3 ഐറ്റം കൂടി കളിക്കാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേജ് ആണ്. ആൻഡ് നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ എം.പി. രാജേഷ് സാറിനോട് വലിയൊരു സന്തോഷം, ഇത്ര നല്ല ആൾക്കാരുടെ ഒരു വലിയൊരു വേദി എനിക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്നതിന്. പിന്നെ സാധാരണ മിനിസ്റ്റേഴ്സൊക്കെ ഇല്ലേ, പരിപാടി കാണുമ്പോൾ ഒരു ഐറ്റം അല്ലെങ്കിൽ 1.5 ഐറ്റം അത് കഴിഞ്ഞാൽ പൊതുവേ പോവാറുണ്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് ഒരു കച്ചേരി മുഴുവൻ സാർ ഇന്ന് കാണുമ്പോൾ. ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചതിനേക്കാൾ വലിയ സന്തോഷമാണ്. നമ്മൾ ഏതൊരു കല അവതരിപ്പിക്കുമ്പോഴും നമ്മളെ വിളിച്ച ആൾക്കാരത് നമ്മുടെ മുൻപിലിരുന്ന് സ്നേഹത്തോടെ കാണുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും കാണിക്കുന്ന മനസ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ മനുഷ്യരെ വന്നിട്ട് നമുക്ക് അവരോടൊരു സ്നേഹം തോന്നുന്നതും അടുപ്പം തോന്നുന്നതും, എങ്ങനെയാണ് അവർ ജനങ്ങളുടെ ഇടയിൽ ജനകീയരാകുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള ചില സ്നേഹം നിറഞ്ഞ പെരുമാറ്റങ്ങളിലൂടെയാണ് മനസ്സിലാവുന്നത്. ഒരുപാട് സന്തോഷം. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരി അനു പറഞ്ഞു ഒരു ഐറ്റം കഴിയുമ്പോൾ അവൾ പോകുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവൾ പോയിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ലവ് യു ഓൾവേസ്.